ചരിത്രത്തിൽ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പവിത്രവും മനോഹരവുമായ ഒരു പ്രണയകഥയുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും മഹദിയായ ഖദീജ ബീവിയുടെയും ജീവിതമാണ്. അധികാരമോ പണമോ അഹങ്കാരമോ ഇല്ലാത്ത പരസ്പര ബഹുമാനത്തിൽ കെട്ടിപ്പടുത്ത ആ ജീവിതം ഇന്ന് ഏതൊരു ദമ്പതികൾക്കും വലിയൊരു പാഠമാണ്. മക്കയിലെ ഏറ്റവും സമ്പന്നയും മാന്യവുമായ വനിതയായിരുന്നു ഖദീജ ബിൻത് ഖുവൈലിദ്. കച്ചവട രംഗത്ത് വലിയ പ്രശസ്തിയുള്ള അവർ തൻ്റെ സ്വഭാവശുദ്ധി കൊണ്ട് താഹിറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തൻ്റെ കച്ചവട സംഘത്തെ നയിക്കാൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുന്ന സമയത്താണ് അൽ അമീൻ എന്നറിയപ്പെടുന്ന യുവാവായ മുഹമ്മദിനെ കുറിച്ച് അവർ ആദ്യമായി കേൾക്കുന്നത്. നബിയുടെ സത്യസന്ധതയിൽ വിശ്വസിച്ച് ഖദീജ ബീവി തൻ്റെ കച്ചവട സംഘത്തെ സിറിയയിലേക്ക് അയച്ചു. കൂടെ തൻ്റെ സഹായിയായ മൈസറയെയും വിട്ടു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മൈസറ നബിയുടെ അസാമാന്യമായ സ്വഭാവങ്ങളെക്കുറിച്ചും വഴിയിലുടനീളം ഒരു മേഘം അദ്ദേഹത്തിന് തണൽ വിരിച്ചതിനെക്കുറിച്ചും അത്ഭുതത്തോടെ വിവരിച്ചു. നബിയുടെ വിശ്വസ്തതയിൽ പൂർണ്ണമായി ആകൃഷ്ടയായ ഖദീജ ബീവി തൻ്റെ സുഹൃത്തായ നഫീസ വഴി വിവാഹാഭ്യർത്ഥന നടത്തി. അങ്ങനെ മക്കയിലെ ആ പ്രമുഖ കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു. വിവാഹ സമയത്ത് നബിക്ക് 25 വയസ്സും ഖദീജ ബീവിക്ക് 40 വയസ്സുമായിരുന്നു. നീണ്ട 25 വർഷം അവർ നബിയുടെ ഏക പ്രിയതമയായി കൂടെയുണ്ടായിരുന്നു. പ്രവാചകത്വത്തിൻ്റെ ആദ്യ നാളുകളിൽ നബിക്ക് ലഭിച്ച ഏറ്റവും വലിയ കരുത്തായിരുന്നു ഖദീജ ബീവി. നബിക്ക് 40 വയസ്സായപ്പോൾ ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ദിവ്യ സന്ദേശം ലഭിച്ചു. ഭയന്ന് വിറച്ച് വീട്ടിലെത്തിയ നബി എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ ബീവി പറഞ്ഞു, പേടിക്കേണ്ട, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനും പാവങ്ങളെ സഹായിക്കുന്നവനുമാണ്. ലോകം മുഴുവൻ നബിയെ തള്ളിപ്പറഞ്ഞപ്പോൾ ആദ്യമായി ആ സത്യം വിശ്വസിച്ചതും ഇസ്ലാം സ്വീകരിച്ചതും ഖദീജ ബീവി ആയിരുന്നു. പിന്നീട് ഇസ്ലാമിനു വേണ്ടി തൻ്റെ സകല സ്വത്തും അവർ മാറ്റിവെച്ചു. ഇസ്ലാം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ മക്കക്കാർ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിയ കാലം. 3 വർഷം ഭക്ഷണവും വെള്ളവുമില്ലാതെ അവർ ഷഅബ് അബി ത്വാലിബിൽ കഴിയേണ്ടി വന്നു. മക്കയിലെ രാജ്ഞിയെപ്പോലെ ജീവിച്ച ഖദീജ ബീവി പട്ടിണി കിടന്നു മരത്തോലുകൾ വരെ തിന്ന് തൻ്റെ ഭർത്താവിനൊപ്പം ഉറച്ചു നിന്നു. സുഖമുള്ളപ്പോൾ മാത്രമല്ല, അതികഠിനമായ ദുരിതകാലത്തും കൈവിടാതെ കൂടെ നിൽക്കുന്നതായിരുന്നു അവരുടെ സ്നേഹം. ഈ പീഡനങ്ങൾക്കൊടുവിൽ ഉപരോധം നീങ്ങിയെങ്കിലും പട്ടിണിയും അവശതയും കാരണം ഖദീജ ബീവി രോഗബാധിതയായി. തൻ്റെ 65-ാം വയസ്സിൽ ആ മഹദി വഫാത്തായി. നബി സ്വന്തം കൈകൾ കൊണ്ടാണ് പ്രിയതമയെ കബറടക്കിയത്. ആ വർഷത്തെ ദുഃഖവർഷം എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ഖദീജ ബീവിയുടെ മരണശേഷവും നബി അവരെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. വീട്ടിൽ ആട് അറുത്താൽ അതിൻ്റെ ഒരു ഭാഗം ഖദീജ ബീവിയുടെ കൂട്ടുകാർക്ക് നബി എത്തിച്ചു കൊടുക്കുമായിരുന്നു. മറ്റുള്ളവർ കാണിച്ചു കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പാഠം ഇതായിരുന്നു: ഒരാൾ മരണപ്പെട്ടാലും അവർ ചെയ്ത നന്മകളെ ഓർക്കുക എന്നത്. ഇന്ന് സ്നേഹത്തിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഖദീജ ബീവിയുടെയും നബിയുടെയും ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരേ ഒരു കാര്യമാണ്: സ്നേഹം എന്നത് പരസ്പരം വിശ്വസിക്കലാണ്. പ്രതിസന്ധികളിൽ വിട്ടുപോവാതെ തണലാവുന്നതാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.